അപ്പൊ ഇന്നത്തെ ഈ വീഡിയോക്ക് വളരെയേറെ പ്രത്യേകതയുണ്ട്. കാരണം ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സംസാരിക്കാനുള്ള കാരണം എൻ്റെ ഫ്രണ്ടിന്റെ ഫാദർ ലങ് ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അതുപോലെ എൻ്റെ ഫ്രണ്ടിന്റെ വൈഫ് 24 വയസ്സായിട്ടുള്ളൂ. ലങ് ക്യാൻസർ തന്നെയാണ്, പ്ലൂരക്കാണ് ക്യാൻസർ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് ഇപ്പൊ പോയി വന്നതേ ഉള്ളൂ ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വേറൊരു ഫ്രണ്ടിന്റെ ഇതേ മോളിൽ തന്നെ അനിയനും ഇതേ മോളിൽ കിഡ്നിയുടെ മേലുള്ള ഗ്ലാൻഡിൽ ക്യാൻസർ വന്നിട്ടുണ്ട്. അപ്പൊ കോഴിക്കോട് മാവൂരിലുള്ള MVR ക്യാൻസർ സെന്ററിൽ ആ പേഷ്യന്റ് കാണാൻ വേണ്ടി പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ കൂടെ ചെയ്യണം തോന്നിയത്. കാരണം അവരുടെ ചോദ്യങ്ങളൊക്കെ ഇതാണ്, വളരെ രസകരമായ ചോദ്യങ്ങളാണ്, അർത്ഥവത്തായ മീനിങ് ഫുൾ ചോദ്യങ്ങളാണ്, സംശയങ്ങൾ അവർക്കുള്ളത്. കാരണം അവരാരും സിഗരറ്റ് വലിക്കുന്നില്ല, കള്ള് കുടിക്കുന്നില്ല, ബാഡ് ഹാബിറ്റ്സ് ഒന്നുമില്ല. എന്നിട്ട് അവർക്ക് എന്തുകൊണ്ട് ക്യാൻസർ വരുന്നു, എന്താ അതിന്റെ കാരണം എന്നാ ചോദിച്ചത്. എൻ്റെ ഫ്രണ്ടിന്റെ ഫാദർ ഒരുപാട് കാലം ഗൾഫിൽ നല്ലൊരു ബാങ്കിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന. അപ്പൊ അവർക്കൊക്കെ എങ്ങനെ ഈ ക്യാൻസർ വരുന്നത് എന്നൊക്കെയാണ് ഒരു സംശയം. അപ്പൊ നമ്മൾ ക്യാൻസറിലേക്ക് തന്നെ പോകാം. ആദ്യം അത് ക്യാൻസർ എന്താന്ന് പറയാം. ക്യാൻസർ എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡിയിൽ ഒരുപാട് സെല്ലുകൾ ഉണ്ട് അല്ലെ. ആ സെല്ലുകൾ കറക്റ്റ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക, ഗ്രോ ചെയ്യുക. 2, 4, 8, 16 തന്നെ കൃത്യമായിട്ടൊരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഒരു കൺട്രോളാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ആ കൺട്രോൾ എപ്പം നഷ്ടപ്പെടുന്നോ അതാണ് ക്യാൻസർ. നമ്മുടെ സെൽസിന്റെ കൺട്രോൾ ഇല്ലാത്ത വളർച്ച. നമ്മളൊരു പട്ടം ഇങ്ങനെ പറത്തുന്ന സമയത്ത് ആ നൂല് നമ്മുടെ കൺട്രോളിലാണ്. ആ നൂല് എപ്പോൾ പൊട്ടിപ്പോയോ പട്ടം പറന്നു. ആ ഒരു അവസ്ഥയാണ് ക്യാൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ പല ആൾക്കാരും ചോദിക്കും എന്തുകൊണ്ടാണ് പട്ടം പൊട്ടിയത്, അല്ലെങ്കിൽ ആ കൺട്രോൾ എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ 5-6 കാരണങ്ങളുണ്ട്. ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇൻഹെറിറ്റഡ് ആയ ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കും. ഇൻഹെറിറ്റഡ് ആയി നമ്മുടെ തലമുറയിലായി വരുന്ന ജീനുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കും. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ ചില ഫാക്ടേഴ്സ് ആയിരിക്കാം, ചില ഭക്ഷണങ്ങളായിരിക്കാം, ചില ഹാബിറ്റ്സ് ആയിരിക്കാം മ്യൂട്ടേഷൻ സംഭവിച്ച് ക്യാൻസർ ഉണ്ടാക്കാറുണ്ട്. രണ്ടാമത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്ന വേരിയേഷൻസ്. ഇമ്മ്യൂൺ സിസ്റ്റം തകർന്നു പോവുക. പണ്ടത്തെ പോലെ ഇമ്മ്യൂണിറ്റി ആർക്കും ഇല്ല. ഇപ്പോൾ ഒരു ചെറിയ കാറ്റ്, തണുപ്പ്, വെള്ളം മാറി കുടിക്കുമ്പോഴേക്കും നമുക്ക് അലർജി വരുന്നു, സെൻസിറ്റീവ് ആവുന്നു, തുമ്മൽ വരുന്നു, പനി വരുന്നു. കാരണം എന്താ, നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂൺ സിസ്റ്റം കുറവായി പോയി, ഇമ്മ്യൂണിറ്റി കുറഞ്ഞു. അപ്പൊ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ബോഡി ചെക്കപ്പ് ചെയ്ത് ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കിട്ടാൻ എന്തൊക്കെ വാക്സിനുകൾ വേണോ, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് വേണോ, എന്തൊക്കെ സപ്ലിമെന്റ്സ് വേണോ, അത് കൃത്യമായിട്ട് എടുത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ കൃത്യമായിട്ട് പരിപാലിക്കണം. വൈറ്റമിൻസ് ആണോ വേണ്ടതെങ്കിൽ എടുക്കണം, ന്യൂട്രീഷൻസ് ആണോ വേണ്ടെങ്കിൽ എടുക്കണം, എക്സസൈസ് ആണോ വേണ്ടതെങ്കിൽ എടുക്കണം, ഹൈജീൻ ആണ് വേണ്ടെങ്കിൽ എടുക്കണം. അങ്ങനെ കൃത്യം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം തകരാറാവില്ല. അത് കാരണം ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോ ഈ റെസ്പിറേറ്ററി ഡിസീസ് അല്ലെങ്കിൽ ലങ് ക്യാൻസർ ഒക്കെ അവർക്ക് വരാനുള്ള കാരണം ചിലപ്പോൾ അതായിരിക്കാം. ഇപ്പൊ നമുക്കറിയാം പൊടി, നമ്മൾ മാസ്ക് ധരിക്കുന്നില്ല. അപ്പൊ ഈ പൊടി പടലങ്ങൾ അല്ലെങ്കിൽ സ്മെല്ലുകൾ അല്ലെങ്കിൽ പോയിസണസ് ആയ സ്പ്രേ, പെയിന്റുകൾ, ഇതിന്റെ ഒക്കെ റിയാക്ഷൻസ് നമ്മുടെ ലങ്സിൽ വന്ന് ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലായി ക്യാൻസറിലേക്ക് പോവാം. അവിടെ ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കാം. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം, ഇമ്മ്യൂണിറ്റി, ആ ഒരു പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. 3, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഭക്ഷണ ക്രമീകരണമില്ലാത്ത ഭക്ഷണം. അതായത് വാരി വലിച്ച് കഴിക്കുക, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇതൊന്നും കൃത്യമല്ലാതെ ബാലൻസ്ഡ് ഡയറ്റ് അല്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാം. പിന്നെ നമുക്ക് പറയുന്ന ഫിസിക്കൽ ഫാക്ടേഴ്സ് അല്ലെ, എക്സ്റേസ്, ഗാമ റേസ്, സൺലൈറ്റ്, അങ്ങനെ റേഡിയേഷൻസുകൾ. അതുപോലെ തന്നെ കെമിക്കൽ കേസുകൾ വരാം, നിക്കോട്ടിനും ആൽക്കഹോളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചില ഇപ്പൊ ചില ഫീമെയിലിന് സെർവിക്കൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇതൊക്കെ കൂടുതൽ കാണുന്നില്ലേ. ഈ ബ്രസ്റ്റ് ക്യാൻസറിന്റെ മെയിൻ കാരണം എന്താ? ഒന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ജീൻ മ്യൂട്ടേഷൻ, ഇൻഹെറിറ്റഡ് ജീൻ വരുന്ന മ്യൂട്ടേഷൻ ആണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം അവർ കഴിക്കുന്ന സ്റ്റിറോയിഡ്, ഈസ്ട്രോജന്റെ സപ്ലിമെന്ററി, ഈസ്ട്രോജൻ കൂടുക. ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ചില ഡോക്ടേഴ്സ് ആ അസുഖം മാറാൻ വേണ്ടി ഈസ്ട്രോജൻ കൊടുക്കാം. അത് കണ്ടിന്യൂസ് ആയി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കുക, അല്ലെങ്കിൽ കൺട്രോൾ ഇല്ലാണ്ട് കഴിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കാം? ഇതൊക്കെ പിന്നീട് ക്യാൻസറിലേക്ക് എത്താം. അതുപോലെ മറ്റൊരു കാരണമാണ് പ്രോട്ടോ ഓങ്കോ ജീൻസും അതുപോലെ തന്നെ ഓങ്കോജനിക് വൈറസും. ചില ബാക്ടീരിയാസ്, വൈറസുകളൊക്കെ നമ്മുടെ ബോഡിയിൽ വന്നിട്ട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ആ അസുഖത്തിന്റെ സെക്കൻഡറി ഡിസീസ് ആയിട്ട് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ, ലിവറിൽ ബാധിക്കുന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ്. അത് കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? അത് കാരണം ലിവർ ക്യാൻസർ, ലിവർ സിറോസ്, അങ്ങനത്തെ അസുഖത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണം. ഇനി അതിന് ഡിറ്റക്ട് ചെയ്യൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കത് ഫസ്റ്റ് തന്നെ നമുക്ക് ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, എന്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന്റെ ആവശ്യമായ ലാബ് ഫൈൻഡിങ്സ്, അതായത് അവർ പറയുന്ന എന്തൊക്കെയാണോ റിപ്പോർട്ട്സുകൾ, ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ്,
എക്സ്റേ ആണെങ്കിൽ എക്സ്റേ, MRI, ബയോപ്സി, എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് പെട്ടെന്ന് എന്ത് ചെയ്യണം, അസുഖം ഡിറ്റക്ട് ചെയ്യണം. അസുഖം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഏർലി ഡിറ്റക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ക്യാൻസറിനും, ബിനൈൻ ആവട്ടെ, മാലിഗ്നന്റ് ആവട്ടെ, ഡേഞ്ചറസ് ആവട്ടെ, ഈ ക്യാൻസറിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ആദ്യം ഏർലി ഡിറ്റക്ട് ചെയ്യണം. അപ്പൊ ഏർലി ഡിറ്റക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇനി സെക്കൻഡറി അല്ലെങ്കിൽ തേർഡ് സ്റ്റേജോ ഫോർത്ത് സ്റ്റേജിൽ ആയി കഴിഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. സൈക്കോളജിക്കലി നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്റെ ഫ്രണ്ടിന്റെ വൈഫിന് വേണ്ടി ഞാൻ മരുന്ന് വാങ്ങിക്കാൻ ഞാനാണ് ഓർഡർ ചെയ്തത്. ആ മരുന്ന് ഓർഡർ ചെയ്ത് പല കമ്പനി, ബംഗ്ലാദേശി, ഇന്ത്യൻ, അതുപോലെ തന്നെ സ്പുട്നിക്, പല കമ്പനിയുടെ ഉണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വാങ്ങിച്ച ആ കമ്പനി ഒക്കെ ബ്രിട്ടൻ കമ്പനിയാണ്. ആ ബ്രിട്ടനിൽ നിന്ന് ഞാൻ ആ മരുന്ന് എറണാകുളത്ത് ആളാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവരോട് വാങ്ങിച്ചപ്പോൾ 1,75,000 രൂപയാണ് 15 ദിവസത്തെ 15 ടാബ്ലറ്റിന്. 15 ടാബ്ലറ്റിന് ഏകദേശം 1,75,000 രൂപ. അപ്പൊ അതിന്റെ റേറ്റ് നോക്കി നിങ്ങൾ. അപ്പൊ അത്രയും റേറ്റുള്ള മരുന്നുകളാണ് ഇതിനൊക്കെ കൊടുക്കുന്നതും. അപ്പൊ നമുക്ക് താങ്ങാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് വരാതിരിക്കാൻ മാക്സിമം നമുക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ. ജീവിക്കുന്നിടത്തോളം കാലം ഇങ്ങനത്തെ മാരകമായ രോഗങ്ങൾ വരാതിരിക്കട്ടെ, അതിൽ നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത്. ട്രീറ്റ്മെന്റ് ഉണ്ട്, പല ടൈപ്പ് ട്രീറ്റ്മെന്റ് ഉണ്ട്. കീമോതെറാപ്പി ഉണ്ട്, റേഡിയേഷൻ തെറാപ്പി ഉണ്ട്, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്, സർജിക്കൽ തെറാപ്പി ഉണ്ട്. അത് എവിടെയാണ്? ഇപ്പൊ ലങ്സിലൊക്കെ സർജിക്കൽ തെറാപ്പി പോസിബിൾ ആണോ? അല്ല. അപ്പോൾ കീമോ കൊടുക്കേണ്ടി വരും. അപ്പൊ ഏത് തെറാപ്പിയാണ് എവിടെയാണ് കൊടുക്കേണ്ടത് അറിയണമെങ്കിൽ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ ക്യാൻസറിന്റെ ടൈപ്പ്, ക്യാൻസറിന്റെ ലൊക്കേഷൻ, അതിന്റെ നാച്ചർ, ഡെപ്ത്നെസ്, സീരിയസ്നെസ്, ഇതൊക്കെ നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെന്റ് അല്ല. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ, നമ്മളെ മരുന്നിന്റെ വിലയോ അല്ലെങ്കിൽ ഡേഞ്ചറസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇത് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാൻസർ വരാനുള്ള കാര്യം ഞാൻ പറഞ്ഞു അല്ലെ, അതിലൊന്നാണ് ജീൻ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ആ ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ഇനി അത് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജീനിൽ തകരാറുകൾ ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സുകൾ, ഇപ്പൊ വെളിച്ചെണ്ണ ഒക്കെ ചൂടാക്കി റിപ്പീറ്റായി വെളിച്ചെണ്ണ ചൂടാക്കി കഴിക്കുക, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉപ്പ്, പഞ്ചസാര പോലുള്ള ഭക്ഷണങ്ങൾക്ക് അമിതമായിട്ട് കഴിക്കുക, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഭക്ഷണമൊന്നും കഴിക്കേണ്ട, ടേസ്റ്റി ആയിരിക്കാം, അങ്ങനത്തെ ഭക്ഷണങ്ങളല്ല കഴിക്കേണ്ടത്. നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു, ബാലൻസ്ഡ് ഡയറ്റ് ആണെന്ന് ഉറപ്പുവരുത്തി എക്സസൈസ് ഒക്കെ ചെയ്ത് ഉള്ള കാലം ഒന്ന് വൃത്തിയിൽ ജീവിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം ഓക്കെ ആവും, ജീൻ മ്യൂട്ടേഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കലി, കെമിക്കലി, അതുപോലെ തന്നെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് തടയാം. എക്സ്റേസ് തടയാം. ഓക്കെ, ഗാമ റേസ്, UV റേസ്, USG ഇതൊക്കെ അമിതമായിട്ട് എടുക്കുന്ന ഒഴിവാക്കുക. അതുപോലെ നിക്കോട്ടിൻ, ആൽക്കഹോൾ, അത് ടൊബാക്കോ, എന്തിനാ അതൊക്കെ ചെറിയ സമയത്തുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പൊ പല കുട്ടികളും നമുക്കറിയാം ലഹരിക്ക് അടിമകളാണ്. ഇതൊക്കെ പിന്നീട് ഭവിഷ്യത്ത് ആലോചിക്കുമ്പോൾ അവർക്ക് ആ സമയത്തായിരിക്കും ഇതിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇപ്പൊ RCCയിൽ ഞാൻ പോയ സമയത്ത് ലങ് ക്യാൻസറും അതുപോലെ തന്നെ സ്റ്റൊമക് ക്യാൻസറും കണ്ട പേഷ്യൻസ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. സിഗരറ്റ് വലിച്ചുപോയി, ഇനി വലിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, പറ്റിപ്പോയി, തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ലഹരിയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ആലോചിക്കുക എങ്ങനത്തെ ഡേഞ്ചറസ് ആ സിറ്റുവേഷൻ വരാനുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്യാൻസറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഞങ്ങൾ ചെയ്യും. ഇന്നത് ചെയ്യാനുള്ള കാരണം, ആ ഒരു സുഹൃത്ത് അത്രയും പൈസ കൊടുത്താൽ മരുന്ന് വാങ്ങിക്കുകയും എന്നിട്ട് എന്നോട് ചോദിക്കുക, അത് മാറുമോ, ഇതെങ്ങനെ വന്നു? ചെറിയ കുട്ടികളുടെ അമ്മയാണ്, 24 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ കേസുകൾ, അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെ വരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവർ സ്റ്റിറോയിഡ് ഹോർമോണിന്റെ ഉപയോഗം, സ്റ്റിറോയിഡ് ഗുളികകളുടെ ഉപയോഗം, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജീൻ മ്യൂട്ടേഷൻസ്, ഇത് കാരണമാണൊക്കെ വരുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ കിട്ടുന്നത് നമുക്ക് എന്നേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വൃത്തിയായിട്ട് ക്യാൻസറിന്റെ ഡീറ്റെയിൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളായിട്ട് വരാം. താങ്ക് യു.